പാർക്കോർ എന്ന് പറയുന്ന ഈ ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിം എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം പാർക്കോറാണ്. ജസ്റ്റ് ഗെയിം തെറാപ്പിസ്റ്റും സോളോ ഗെയിമറും കൂടി കാണിച്ച രീതിയിൽ തലവേദന രീതിയിലുള്ള പാർക്കോറാണ്. അപ്പോൾ ഈ പാർക്കോർ നമ്മൾ കാണിച്ചു നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. ആദ്യം ഞാൻ കൂട്ടി കളിക്കുന്നതായിരിക്കും, നിങ്ങൾ കളിക്കുന്ന വീഡിയോ വരുന്നതായിരിക്കും. വേറൊരു ഗെയിം ഞാനിപ്പോൾ വരുന്നതായിരിക്കും. നാളെ ആ ഗെയിം ഞാൻ ഇടുന്നതായിരിക്കും. ഞാൻ കുറച്ചൊക്കെ കളിച്ച ഗെയിമാണ്, എന്നാലും ഞാൻ അത് ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ഇതാണ് കളിക്കാൻ പോകുന്നത്, പാർക്കോർ എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ഗെയിമിനകത്തേക്ക് കയറാണ്. ഭയങ്കര സൗണ്ടൊക്കെയാണ്, ഭയങ്കര സൗണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും സൗണ്ടെല്ലാം പോയി. ഒരുമാതിരി ബെഡ് വർക്ക് പോലെ തന്നെ ഉണ്ടല്ലേ, ബെഡ് വർക്ക് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ വരെ നമ്മൾ എത്തണം. ഓക്കെ, അതാ നമുക്ക് ടാസ്ക് നമ്മൾ അവിടെ വരെ ഈ റൗണ്ട് പോലെ ചാവാതെ നമുക്ക് എത്താൻ പറ്റും. 3, 2, 1 ഒറ്റ റൗണ്ട് പോലും ചാവാതെ എത്താനായിട്ട് നോക്കാൻ പോവാണ്. ഭയങ്കര എളുപ്പമാണല്ലോ, ചുമ്മാ ചാടിപ്പിടിച്ചത്. ഭയങ്കര എളുപ്പം. അവരൊക്കെ കളിച്ച് ഭയങ്കര പാടാണ്, പക്ഷെ എനിക്കത് ഭയങ്കര എളുപ്പമായിട്ടോ. മണ്ടന്മാരായിരുന്നു. ഓ ഇവിടെ ഇല്ല, ഞാൻ വിചാരിച്ചു അവിടെ കാണുന്നു. ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെയും കാണാതിരിക്കുന്നു. നമുക്ക് സൈഡ് പിടിച്ച് പോവാം. അവിടെ എപ്പോഴും കണ്ടപ്പോഴത്തേക്ക് തോന്നി മഴ കൂടെ വളരെ പ്രോ ആയിട്ട് എനിക്കൊരു ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം എന്നെ ഒന്നും ചെയ്യാം. അത്ര എത്തി. ഇതൊക്കെ എളുപ്പം, ഇതൊക്കെ സിമ്പിളാണ്. കുഴപ്പമില്ല, ഈ വട്ടം എത്തും. യെസ്, ഓക്കെ. നമ്മൾ നേരെ പറക്കാണ്, നേരെ പറക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയുടെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ. ഇപ്പോൾ നമ്മുടെ പാർക്കോർ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. പാർക്കോറൊന്നും ഞാൻ ഇപ്പം 1 റേറ്റിംഗ് കൊടുക്കുന്നു, കാരണം അത്രയ്ക്ക് ഗെയിമിൻ്റെ ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ്. പിള്ളേർക്ക് വരെ കളിച്ച് കൊടുക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. ഇതിന് ചോദിച്ചു മതി അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മഴയില്ലാന്ന് എനിക്കറിയാം. ചാടിച്ചടി പോവാൻ സാധാരണ എമറാൾഡൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. മലയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാനാണ് ഏറ്റവും പാട്. മൈൻക്രാഫ്റ്റിലേക്ക് ഡയമണ്ട് കിട്ടാനാണ് ഏറ്റവും പാട്. റോബോക്സില്ലാതെ മൈൻക്രാഫ്റ്റ് ചെയ്ത് കളിക്കണമെങ്കിൽ ഇപ്പോൾ മൈൻക്രാഫ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ഞാൻ അത് ഉറപ്പായിട്ട് മൈൻക്രാഫ്റ്റ് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സർവൈവലിലെ പാർക്കോർ എന്തുവാണെങ്കിലും നമ്മൾ ചെയ്യും. വാക്ക് പറഞ്ഞ പറഞ്ഞു
നമ്മൾ പറന്ന് പോവുകയാണ്. പക്ഷെ ഇവിടെ ഇച്ചിരി വഴി മാറിപ്പോകുന്നുണ്ടോ എന്ന് വഴി മാറി ഒരു വട്ടം കൊണ്ട് അപ്പം തോന്നുന്നു, 1-2 വട്ടമാണ്. അല്ല ഞാൻ വഴി മാറിപ്പോവാതെ ചാടി ചുമ്മാ പറന്നു നോക്കണ്ടോ. എത്തിയില്ല അവിടെ. പറന്ന് നോക്കുവാണ്. ഇപ്പൊ 3 മിനിറ്റായി നമ്മൾ കളിക്കാൻ നോക്കിക്കോട്ടെ. ഇത്ര മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല നമ്മൾ ഇവിടെ എത്തി. ഓക്കെ പൊങ്ങൽ പോവാം. അങ്ങോട്ടായിരുന്നു മതിയാടി എളുപ്പമായിട്ട്, ഭയങ്കര എളുപ്പമായിട്ട് രാവിലെയൊക്കെ ഭയങ്കര എളുപ്പം, ഭയങ്കര എളുപ്പം. മണ്ടക്കൂടെ ചേർക്കല്. മണ്ടക്കൂടെ ആയിരുന്നു പോകണ്ടല്ലേ. പറന്നു പോവാണ്ട് അങ്ങോട്ടൊക്കെയായിരുന്നു വരേണ്ടത്. ചെയ്യാം. ഈ വട്ടം കറക്റ്റായിട്ട് ഇങ്ങനെ കറങ്ങി വന്നു. ഇങ്ങോട്ടേക്ക് ചാടുന്നു, മരത്തിന്റെ മണ്ടിക്ക് ചാടുന്നു, നേരെ ഇന്നത്തെ ചാടുന്നു, മരത്തിന്റെ മണ്ടയ്ക്ക് ചാടുന്നു, ഇങ്ങോട്ടേക്ക് ചാടുന്നു. ഓക്കെ, ചാടി ചുമ്മാ പോകുന്നു. ഓക്കെ, ഇവിടെ ചാടി തളച്ചാട്ടോ. ഓക്കെ കുഴപ്പമില്ല, ഭയങ്കര എളുപ്പമായിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ ഒരു വഴി എന്തായിരുന്നു? ഓക്കെ ഇത് വഴി തന്നെ മനസ്സിലാവും. സുപ്രീമാ പറക്കാണ്. ഭയങ്കര സ്പീഡിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഭയങ്കര സ്പീഡിലാണ്, ഭയങ്കര മാക്സിമം സ്പീഡിലാണ് മാക്സ് സ്പീഡിലാണ് നമ്മൾ ഓടുന്നത്. മാക്സിമം ഫാസ്റ്റായിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. 7 മിനിറ്റ് ആയിട്ടുണ്ട്. കേൾക്കാമോ? എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തില്ല? അതെന്താണ്ട് ഇതുവരെ കുറെ മഴ ഉണ്ട്. ഇങ്ങനെയല്ലേ തോന്നിയാൽ
പിന്നെ അയ്യോ അതൊക്കെ എളുപ്പം പോലെയാണ്. വളരെ ഈസിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. വളരെ ഈസിയാണ് നമ്മൾ ചെക്ക് പോയിന്റ് അടിച്ചു. ഓക്കെ, നമ്മൾ അടുത്തതടിച്ചു. ഓക്കെ, ഇതടിച്ചു. പല ചാടി. ഓക്കെ, ഓടി വന്നു, ഇവിടെ ചാടി. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഓടി വന്നു, ഇവിടെ വന്നു. ഞാൻ ഭയങ്കര പ്രോ ആണ് പാർക്കൂറിനൊക്കെ. എന്തെളുപ്പം എല്ലാവരും വഴിയാണോട്ടോ. നോട്ടൊക്കെ ഉണ്ട്, വെള്ളമായിരുന്നു കാണാനേ പറ്റില്ല. വണ്ടിയാണ്. പോവാണ്. ഭയങ്കര എളുപ്പം. നമ്മൾ പിന്നെയും ചത്തുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് 2 വരും ചിലപ്പോ പാർട്ട് 2 വരും. കാരണം ഇത് ഭയങ്കര വലിയ ടവറാണ്. ടവർ പോലത്തെ വലിയ സാധനം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യണമെന്ന് വെച്ച് ടൈമുണ്ട്. കൂടുതൽ ടൈം പാർട്ട് 2 ചെയ്യാൻ കഴിയും. ഇപ്പം ഏകദേശം സമയം നോക്കട്ടെ. സമയം ഇന്നിപ്പോൾ ഏകദേശം 10-11 മണിയായിട്ടുണ്ട്. 10-11 ഉദ്ദേശിച്ചത്, അല്ലാതെ 10-11 മണി കഴിഞ്ഞിട്ടൊന്നുമില്ല. 10-11 ഉദ്ദേശിച്ചത്. ഇങ്ങോട്ടൊക്കെ ക്ലിയറായിട്ട് കാണാൻ കണ്ടില്ല. ക്യാമറ നോക്കാൻ കാണില്ല. ഇങ്ങോട്ടൊക്കെ നേരെയായിരുന്നു. ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ ഇങ്ങോട്ടേക്ക് ചാടി, നമ്മൾ ഇങ്ങോട്ടേക്ക് ചാടി നമ്മൾ ചാടി നമ്മളിങ്ങനെ വലിച്ചു. അത് നമുക്ക് പെട്ടെന്ന് തിങ്കിങ് പറ്റത്തില്ല. പെട്ടെന്ന് റിഫ്ലക്സും തിങ്കിങ് എല്ലാം കൂടെ നമുക്ക് റണ്ണാവത്തില്ല കേട്ടോ. റീഫ്ലക്സ് നമ്മൾ ഫൈനലി മാനേജ് ചെയ്തത്. നമ്മളത് ഫൈനലി ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഈ വട്ടം അത് സക്സസ് ആവും, ഉറപ്പ്. ഈ വട്ടം അത് സക്സസ് ആവും. അത് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. പറഞ്ഞു തല ചാടി വന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് ചാടുന്നു.
നിങ്ങളുടെ ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നേട്ടാ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ അറിഞ്ഞില്ല ഇതൊക്കെ എളുപ്പമാണ് ഭയങ്കര എളുപ്പമാണ് എളുപ്പം എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓ ഓ ഈ രീതി ഓക്കെ ഇത് ഭയങ്കര എളുപ്പമായിട്ടുണ്ട് ഇതൊരു ഹാർട്ട് ലെവൽ തോന്നിയില്ല ഹാർട്ട്നെസ് ആയിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ ഇത് ഭയങ്കര ഈസിയാണ് ഓക്കെ ഏമ്പക്കം ഇതാണ് പറഞ്ഞു കുറെ മൈൻക്രാഫ്റ്റ് വേറെ കുറെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കളിച്ചായിരുന്നു അതായത് ഇപ്പോൾ പ്രാക്ടീസ് എന്ന് ഉദ്ദേശിച്ചത് മൈൻക്രാഫ്റ്റിൽ ഞാൻ വീട്ടിലുണ്ടായിരുന്ന കൂട്ടത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് ട്രെയിനിങ് ഏരിയ പോലെ ഉണ്ടാക്കും ആകുമ്പോഴത്തേക്കും എനിക്ക് 360 ഇത് വാട്ടറിൻ്റെ ഇതിന് 360 വിത്ത് വാട്ടറിൽ ഒരു വാട്ടർ ബക്കറ്റുമായിട്ട് നമ്മൾ ചാടും 360 അടിച്ചോണ്ട് ചാടും 360 അടിച്ചോണ്ട് നമ്മൾ വാട്ടർ ബക്കറ്റ് വെക്കുന്നു ഞാൻ ആദ്യം വാട്ടർ ബക്കറ്റിന് അതിന് വെള്ളം വെച്ച് ലാൻഡിങ് സേഫ് ലാൻഡിങ് മാത്രം പഠിച്ചാൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പഠിച്ചത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചാടാൻ പഠിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യാനായിട്ട് പഠിച്ചത് എനിക്കറിയാം ഈ മൈൻക്രാഫ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ റോബോട്ട് ചെയ്യുന്ന പറ്റിയാണെങ്കിൽ ഞാൻ മൈൻക്രാഫ്റ്റ് ചെയ്യുന്നത് മൊത്തം ബ്ലോക്ക് ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ അറിയാം ഞാൻ ബോൾ ബ്രേക്കിംഗ് ഞാനാണ് ചെയ്യുന്നത് അത് നിങ്ങൾ എൻ്റെ ബെഡ് വാർസിൻ്റെ ഗെയിം പ്ലേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനാണെങ്കിൽ ഒരു ഇപ്പോൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചേക്കാൻ പറ്റും ഇങ്ങനെ മേളിലോട്ട് അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം മാത്രം ഉള്ളെങ്കിൽ എനിക്ക് ചുമ്മാ ചാടിക്കിടക്കാൻ പറ്റും ചുമ്മാ ചാടിക്കിടക്കാൻ അത് അങ്ങനത്തെ റോബ്ലോക്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് റോബ്ലോക്സിൻ്റെ ബെഡ് വാർസ് കളിക്കുന്നത് ആ ഒരു ഇത് നിങ്ങൾ പോയി കണ്ടുകൊണ്ട് ഞാൻ പണ്ടൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പോഴൊക്കെ ഞാൻ കളിക്കുന്നത് എനിക്ക് അത് ഭയങ്കര എളുപ്പമാണ് ഭയങ്കര എളുപ്പമാണ് ഇപ്പൊ 16 മിനിറ്റായി നീ പറയുന്ന പോലെ ഇല്ല 16 മിനിറ്റായി അങ്ങോട്ടായിട്ട് പോകുന്നത് 16 മിനിറ്റായി നമ്മള് കളിക്കാൻ തുടങ്ങിയത് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇപ്പൊ ജയിക്കും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി കോൺസെൻട്രേഷൻ കൊടുത്തു കളിക്കും ഇതുപോലെ ഓക്കെ 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 വഴി അറിയാതെ ചെയ്യും വഴി അറിയാതെ ടോപ്പിലെത്തി അവിടെ കയറാം കൂടെ മാത്രം ഇതുവഴി വരും ഇതുവഴി നീന്തിക്കാൻ ചാടി 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 നമ്മൾ
പറന്ന് നടക്കാം. 18 മിനിറ്റിൽ നമ്മൾ ഫിനിഷ് ചെയ്തു. റാങ്ക് എ എനിക്ക് കിട്ടിയേക്കും. റാങ്ക് എ കിട്ടി എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കൂ, ബെല്ലൈക്കണോടെ ഒന്ന് അമർത്തിയേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത്